നമസ്കാരം. ഇന്നത്തെ വില്ലേജ് എഡിഷൻ വാർത്തയിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിലെ അനിശ്ചിതകാല രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ സുപ്രധാന അവലോകന യോഗം ചേർന്നു. കഴിഞ്ഞ ദിവസം മുതൽ ബംഗ്ലാദേശിൽ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് കാര്യങ്ങൾ വിശകലനം ചെയ്തു. സംഭവ വികാസങ്ങളെക്കുറിച്ച് ജയശങ്കർ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും സ്ഥിതിഗതികൾ ധരിപ്പിച്ചു. കോൺഗ്രസിന്റെ കൈപ്പത്തിയ ചിഹ്നം തടയാൻ ലക്ഷ്യമിട്ടുള്ള ഹർജി വിമർശനത്തോടെ തള്ളി സുപ്രീം കോടതി. ശരീരഭാഗങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളായി ഉപയോഗിക്കുന്നത് തടയണമെന്ന പൊതു താൽപര്യ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. കൈപ്പത്തി ചിഹ്നമാണ് ഹർജിക്ക് പിന്നിലെ ലക്ഷ്യമെന്ന് വാക്കാൽ നിരീക്ഷിച്ച ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്ത് തരത്തിലുള്ള ഹർജിയാണിതെന്നും ഹർജിക്കാരനോട് ചോദിച്ചു. നിങ്ങൾക്ക് കണ്ണും മൂക്കും കൈയുമില്ലെന്നും ചീഫ് ജസ്റ്റിസ് പരിഹസിച്ചു. റീബിൽഡ് വയനാടിനായി സാലറി ചലഞ്ചുമായി സംസ്ഥാന സർക്കാർ. പുനരധിവാസത്തിന് വേണ്ടി ശമ്പളത്തിൽ നിന്ന് വിഹിതം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. സർവീസ് സംഘടനകളുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രി നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 10 ദിവസത്തെ ശമ്പളം നൽകാമോ എന്നാണ് മുഖ്യമന്ത്രി യോഗത്തിൽ ചോദിച്ചത്. 5 ദിവസത്തെ ശമ്പളം നൽകാൻ സർവീസ് സംഘടനകൾക്ക് ഇടയിൽ ധാരണയായിട്ടുണ്ട്. സാലറി ചലഞ്ച് നിർബന്ധം ആക്കരുതെന്ന് സംഘടനകൾ അഭിപ്രായപ്പെട്ടു. കൂടാതെ ചലഞ്ച് താൽപര്യമുള്ളവർക്കായി പരിമിതപ്പെടുത്തണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു. ഗഡുക്കളായി നൽകാനും അവസരം നൽകണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. ഇത് സംബന്ധിച്ച് സർക്കാർ ഉടൻ ഉത്തരവ് ഇറക്കും. വിവാദ മദ്യനയ കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. CBI എടുത്ത മദ്യനയം കേസിൽ വാദം തുടരുന്നതിനിടയിലാണ് ജാമ്യം തേടി കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചത്. CBI അറസ്റ്റ് ചെയ്ത നടപടി നിയമവിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ലെന്ന് നിരീക്ഷിച്ച കോടതി വിചാരണ കോടതിയെ സമീപിക്കാനും നിർദ്ദേശം നൽകി. UK-യിൽ പടർന്നു പിടിച്ച കുടിയേറ്റ വിരുദ്ധ കലാപത്തിന് ഇരയായി മലയാളി യുവാവ്. നോർത്തേൺ അയർലൻഡിന്റെ തലസ്ഥാന നഗരമായ ബെൽഫാസ്റ്റിൽ താമസിക്കുന്ന മലയാളി യുവാവിനു നേരെയാണ് പ്രതിഷേധക്കാർ കഴിഞ്ഞ ദിവസം ആക്രമണം അഴിച്ചുവിട്ടത്. ഇദ്ദേഹം ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ രാത്രിയിലായിരുന്നു ആക്രമണം. ഇറാഖിലെ സൈനിക താവളത്തിൽ ആക്രമണം. പടിഞ്ഞാറൻ ഇറാഖിലെ അൽ അസാദ് എയർബേസിലാണ് സംഭവം. 5 US സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റോക്കറ്റ് ആക്രമണമെന്നാണ് റിപ്പോർട്ട്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. 2 റോക്കറ്റുകളാണ് സൈനിക താവളത്തിലേക്ക്. വർക്കല നികിത കൊലക്കേസ് പ്രതി പ്രവാസിയായിരുന്ന അനീഷ് എന്ന അമ്പുവിനെ പേരൂർക്കട മെന്റൽ ഹെൽത്ത് സെന്ററിൽ നിന്ന് ജയിലിലേക്ക് മാറ്റിയതായി ജയിൽ സൂപ്രണ്ട് വിചാരണ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. തിരുവനന്തപുരം 5ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മുമ്പാകെയാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പ്രതിയെ ഹാജരാക്കാതെയുള്ള റിമാൻഡ് വാറണ്ട് റിപ്പോർട്ട് ഹാജരാക്കിയത്. അനീഷിന് ഭാര്യയെക്കുറിച്ചുണ്ടായിരുന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. വിചാരണയ്ക്ക് മുന്നോടിയായി കുറ്റം ചുമത്താൻ പ്രതിയെ ഹാജരാക്കാൻ കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിട്ടിരുന്നു. ജാമ്യം നിരസിക്കപ്പെട്ട് 2022 സെപ്റ്റംബർ 7 മുതൽ ജയിലിൽ കഴിയുകയാണ് പ്രതി. 2022 സെപ്റ്റംബർ 6 വെളുപ്പിന് 2 മണിക്കാണ് നാടിനെ ഞെട്ടിച്ച കൊലപാതകം നടന്നത്. 2021, 2022 വർഷങ്ങളിലെ IPS ഒഴിവുകളിലേക്ക് കേരള പോലീസിൽ നിന്ന് SP-മാരെ തെരഞ്ഞെടുത്തു. 2021ലേക്ക് 12 പേരുടെ പട്ടികയാണ് അംഗീകരിച്ചത്. 2022ലേക്ക് 5 പേരെയും തെരഞ്ഞെടുത്തു. ഇന്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് അനുവദിക്കാത്തതിനാൽ 3 പേരുടെ പട്ടിക തിരിച്ചയച്ചു. ഇതിൽ ഒരാൾ വാളയാർ കേസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഉൾപ്പെട്ടയാളാണ്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാടിന് കൈത്താങ്ങുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 കോടി രൂപ MA യൂസഫ് അലി കൈമാറി. ദുരന്തത്തിൽ തകർന്ന മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായാണ് സഹായം. യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ആൻഡ് CEO MA നിഷാദ്, ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് സദാനന്ദൻ എന്നിവർ ചേർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് തുക കൈമാറിയത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സഹായവുമായി മുസ്ലിം ലീഗ്. ദുരിതബാധിതർക്ക് 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ദുരിതബാധിതരുടെ അതിജീവനത്തിന് ആവശ്യമായ തൊഴിൽ, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയ സമഗ്രമായ പുനരധിവാസ പാക്കേജ് നടപ്പാക്കുമെന്നും തങ്ങൾ പറഞ്ഞു. സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം നൽകുന്ന എയ്ഡഡ് സ്കൂളുകളിൽ മാനേജർമാർ സംവരണം മാനദണ്ഡങ്ങൾ പാലിക്കാതെ തോന്നും വഴി നിയമനം നടത്തുന്നതായി ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്.
ഇതൊഴിവാക്കി സാമൂഹിക നീതി ഉറപ്പാക്കാൻ സർക്കാർ ശമ്പളം നൽകുന്ന മുഴുവൻ വിദ്യാലയങ്ങളിലെയും നിയമനം PSC വിടണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തു. ബംഗളൂരുവിൽ 1ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ. പാലക്കാട് പുതുക്കോട് സ്വദേശിയായ ഗംഗാധരന്റെ മകൾ അതുല്യ ഗംഗാധരൻ ആണ് ഇന്നലെ രാത്രി ഹോസ്റ്റലിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വ്യക്തമല്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാളെ നാട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.